ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനയുടെ തുടർച്ചാ ഭാഗമെന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള തിരുവചനമാണ്. ഈ തിരുവചന ഭാഗത്തിൽ ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ വിടുവിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. നീ ഇപ്പോൾ എത്ര വലിയ പ്രശ്നത്തിലായിരുന്നാലും ദൈവം നിന്നെ വിടുവിക്കുവാൻ ശക്തനാണ്. പ്രിയ ദൈവമക്കളെ, തിരുവചന ഭാഗം നമുക്ക് ഒന്ന് വായിക്കാം. നിന്റെ അമ്മയപ്പന്മാർ യിത്രോ എന്ന ഞാനും നിന്റെ ഭാര്യയും 2 പുത്രന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അവൻ മോശയോട് പറയിച്ചു. മോശ തൻ്റെ അമ്മായിയപ്പനെ എതിരേൽപ്പാൻ ചെന്നു, വണങ്ങി അവനെ ചുംബിച്ചു. അവർ തമ്മിൽ കുശല പ്രശ്നം ചെയ്തു. കൂടാരത്തിൽ വന്നു. മോശ തൻ്റെ അമ്മായിയപ്പനോട് യഹോവ ഇസ്രായേലിനു വേണ്ടി ഫറവോനോടും മിസ്രയീമ്യരോടും ചെയ്തതൊക്കെയും വഴിയിൽ തങ്ങൾക്ക് നേരിട്ട പ്രയാസമൊക്കെയും യഹോവ തങ്ങളെ രക്ഷിച്ച പ്രകാരവും വിവരിച്ചു പറഞ്ഞു. യഹോവ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചതിനാൽ അവർക്ക് ചെയ്ത എല്ലാ നന്മ നിമിത്തവും യിത്രോ സന്തോഷിച്ചു. യിത്രോ പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും ഫറവോന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചു. മിസ്രയീമ്യരുടെ കൈക്കീഴിൽ നിന്ന് ജനത്തെ വിടുവിച്ചിരിക്കുന്ന യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ യിത്രോ മോശയെ കാണുവാൻ വരുമ്പോൾ മോശ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നു. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇസ്രായേലിനെ രക്ഷിച്ചു. കഷ്ടതകൾ വന്നെങ്കിലും ദൈവം കൈവിട്ടില്ല. ഇന്ന് പലരും ചില മാനസിക സംഘർഷങ്ങളിൽ, കടബാധ്യതകളിൽ, കുടുംബ പ്രശ്നങ്ങളിൽ, രോഗത്തിൽ, കണ്ണുനീരിൽ കഴിയുന്നവരാണ്. പക്ഷേ പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് പറയുന്നത്, ദൈവം നിന്റെ പോരാട്ടം കാണുന്നു. ദൈവം നിന്റെ കണ്ണുനീർ കാണുന്നു. മനുഷ്യർ ഉപേക്ഷിച്ചാലും ദൈവം ഉപേക്ഷിക്കില്ല. പ്രിയ ദൈവമക്കളെ, നിന്നെ തടഞ്ഞ ശത്രുവിനേക്കാൾ ദൈവം വലിയവനാണ്. മോശ തന്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ അമ്മായിയപ്പനായ യിത്രോ സന്തോഷിച്ചു. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴും മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഇന്ന് നിങ്ങളും ഒരു ദിവസം സാക്ഷ്യം പറയും, ദൈവം എന്നെ വിടുവിച്ചു, എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു, ദൈവം എൻ്റെ കുടുംബത്തെ രക്ഷിച്ചു, ദൈവം എൻ്റെ കണ്ണുനീർ മാറ്റി. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നിരാശപ്പെടരുത്. ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ വചനം കേൾക്കുന്ന ഓരോ കാതുകളെയും തമ്പുരാനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിമത്തം പോലെ അടിയങ്ങളെ ബന്ധിച്ചിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തമ്പുരാനെ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. കണ്ണുനീരിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് കർത്താവേ സമാധാനം നൽകണമേ. രോഗികളായിരിക്കുന്നവരെ അവിടുന്ന് ഒന്ന് സ്പർശിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കർത്താവേ പുതുവഴികളെ തുറന്നു നൽകണമേ. ശത്രു തടഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും കർത്താവേ ഞങ്ങൾക്കായി നീ ഇന്ന് തുറന്നു നൽകണമേ. തകർന്ന മനസ്സുകൾക്ക് പുതിയ ശക്തി നൽകണമേ. മോശയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവമേ, ഇന്ന് അതേ ശക്തിയാൽ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലും അവിടുന്ന് ഒന്ന് പ്രവർത്തിക്കണമേ. ഈ വചന സന്ദേശം ശ്രവിക്കുന്ന ഓരോരുത്തർക്കും ഒരു പുതിയ സാക്ഷ്യം തമ്പുരാനെ നീ അവിടുന്ന് നൽകണമേ. യേശു ക്രിസ്തുവിന്റെ ശക്തിയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.